കേരളത്തിലെ നാടിൻപുറങ്ങളിലെ ചായക്കടകളെക്കുറിച്ചുള്ള പഠനങ്ങളുടെ വേഗത്തിലുള്ള ഒരു സംഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ജെൻസിയും ജെൻ ആൽഫയുമൊക്കെ സ്ക്രീനുകൾക്ക് മുന്നിൽ വലിയ ഏകാന്തത അനുഭവിക്കുമ്പോൾ 19ാം നൂറ്റാണ്ട് മുതൽ യാതൊരു അൽഗോരിതങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ യഥാർത്ഥ സോഷ്യൽ നെറ്റ്വർക്കുകൾ മനുഷ്യരെ എങ്ങനെ ചേർത്ത് നിർത്തുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പഠനങ്ങളിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇതൊരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മാനസിക ഉല്ലാസമാണ്. ഈ ചായക്കടകളിലെ സൗഹൃദ സംഭാഷണങ്ങൾ നമ്മുടെ തലച്ചോറുകൾ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദവും ഏകാന്തതയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സോഷ്യൽ മീഡിയയിലെ നൂറുകണക്കിന് ലൈക്കുകൾക്ക് പോലും ഇത്രയും യഥാർത്ഥമായൊരു സന്തോഷം നമുക്ക് തരാൻ കഴിയില്ല, അല്ലേ? രണ്ടാമതായി, വെറുമൊരു സംസാരത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കുടിക്കുന്ന ചൂട് ചായയ്ക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ചായയിലുള്ള കഫീനും എൽത്തിയനീനും തലച്ചോറിനെ ശാന്തമാക്കുകയും ഫോക്കസ് കൂട്ടുകയും ചെയ്യും. ഈയൊരു ശാന്തതയാണ് യാതൊരു മുൻകോപവുമില്ലാതെ ആരോഗ്യകരമായ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ നടത്താൻ ആളുകളെ സഹായിക്കുന്നത്. വെറുമൊരു ഗ്ലാസ് ചായ ഒരു നാടിന്റെ ജനാധിപത്യ ബോധം വളർത്തുന്നതിൽ ഇത്രയും വലിയ പങ്കുവഹിക്കുന്നു എന്നത് ശരിക്കും അത്ഭുതം തന്നെയാണ്. അവസാനമായി, ഇതൊരു മികച്ച പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജി കൂടിയാണ്. വീടിനും തൊഴിലിടങ്ങൾക്കും പുറമേ ആളുകൾക്കിങ്ങനെ ഒത്തുചേരാനുള്ള തേർഡ് പ്ലേസുകൾ അഥവാ മൂന്നാമിടങ്ങൾ ഇന്നത്തെ യുവതലമുറയുടെ ഏകാന്തത മാറ്റാൻ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇതിലൊരു പോരായ്മയുള്ളത്, പുരുഷന്മാർക്കൊപ്പം കൂടുതൽ സ്ത്രീകൾ കൂടി ഈ ഇടങ്ങളിലേക്ക് കടന്നുവരേണ്ടതുണ്ട് എന്നതാണ്. ചുരുക്കത്തിൽ, വെർച്വൽ ലോകത്തെ ഫ്രണ്ട് റിക്വസ്റ്റുകളേക്കാൾ വേഗത്തിൽ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യാതൊരു അൽഗോരിതങ്ങളുമില്ലാത്ത ഏറ്റവും മികച്ച ആന്റി ഡിപ്രഷൻ ആപ്പാണ് നമ്മുടെ നാട്ടിലെ ഈ പഴയ ചായക്കടകൾ.